ധനസുമോദുണ്ട് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, KC വേണുഗോപാൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും രാഹുൽ ഗാന്ധി ബന്ധപ്പെടും എന്ന് തന്നെയാണോ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതുതന്നെയാണ് കാര്യം. ആദ്യം KC വേണുഗോപാലിനോട് സംസാരിക്കുക. യെസ് ആയാലും നോ ആയാലും ഇപ്പോൾ KC വേണുഗോപാലിനോട് പറയും. അതിനുശേഷമായിരിക്കും 3 നേതാക്കന്മാരെയും വിളിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടായിരിക്കും വിളിക്കുന്നത്. 3 നേതാക്കന്മാരും ബാക്കി 2 നേതാക്കന്മാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളി കാത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ, ദീപാദാസ് മുൻഷിയും അജയ് മാക്കരും ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഒരുമിച്ച് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും അവർ കേരളത്തിലേക്ക് പോകുന്നത്. അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഈ വിമാനം ഏത് സമയത്താണ് എന്ന് നോക്കി വിഷമിക്കേണ്ട കാര്യമില്ല. ദീപ, അജയ് മാക്കൻ തുടങ്ങിയ ആളുകളായിരിക്കും, നേതാക്കന്മാരായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അവർ തന്നെയാണ് ഒബ്സർവർമാരായി വരുന്നത്. ഈ ഒബ്സർവർമാർ ഒരു ACCയുടെ ഒരു മനസാക്ഷിയായിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ ഈ ACCയുടെ തീരുമാനം ഭംഗിയായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ദീപാദാസ് മുൻഷി അയക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും നടക്കുകയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഇവരുടെ ഈ നേതാക്കന്മാരെ നമ്മൾ എടുത്ത് പറയുമ്പോൾ ഈ നേതാക്കന്മാർക്ക് മാത്രമാണ് തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകുമോ എന്നുള്ളൊരു ചെറിയ ആശങ്കയുള്ളത്. ഇവരുടെ 3 പേരുടെയും അണികൾ വളരെ ശക്തമായിട്ട് തന്നെ വിശ്വസിക്കുകയാണ് അവരുടെ നേതാവിനെ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയായി എടുക്കുന്നത്. അതിന് കൃത്യമായ ഗുണങ്ങൾ മാത്രമാണ് അവർ കാണുന്നത്. ഒരു നേതാവിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു പോരായ്മയും അവർക്കില്ല എന്ന് തന്നെയാണ് ഈ അണികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം അണികൾ വളരെ ശക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവ വലിയ ശക്തമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഓരോ നേതാവും മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ എത്തുന്നു, VD സതീശൻ എത്തുന്നു, രമേശ് ചെന്നിത്തല എത്തുന്നു എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൻ്റെ അന്തിമ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തെ നിർണ്ണയിക്കുന്ന, രാഷ്ട്രീയ ചരിത്രത്തെ നിർണ്ണയിക്കുന്ന വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സുനേരി ബാഗിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്നത്.